ഹലോ, എല്ലാവർക്കും നമസ്കാരം. പിന്നെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസിലൊക്കെ കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു, ഈ റിവ്യൂ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ റിവ്യൂസ് മാത്രമേ ഉള്ളൂ, മീൻസ് എല്ലാ പ്രോഗ്രാമും സക്സസ്സിലേക്ക് പോയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്. ഞങ്ങളുടെ ആദ്യത്തെ വെഡിങ് അതായത് 2018 ഓഗസ്റ്റിലായിരുന്നു, ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു ഓപ്പൺ അമ്പലമായിരുന്നു. അതിൻ്റെ സൈഡ് മൊത്തം നമ്മൾ മാസ്ക് ചെയ്തിട്ട് അതിനകത്ത് ഫുള്ള് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഷാർപ്പി ലൈറ്റ്സും LED ബോളും ലൈറ്റ്സും സൗണ്ടും ഒക്കെ വെച്ചൊരു ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു. അപ്പം അങ്ങനെ വെച്ചൊരു സാധനം. പക്ഷെ അതിനകത്ത് എനിക്ക് പറ്റിപ്പോയ പാളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജനറേറ്ററിൻ്റെ കാര്യം. ജനറേറ്റർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഓൾറെഡി കൊണ്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് അറേഞ്ച് ചെയ്തില്ല. പക്ഷേങ്കിൽ കറക്റ്റ് സമയമായപ്പോൾ കല്യാണം തുടങ്ങി പയ്യൻ്റെ സ്വീകരണം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയോ അമ്പലത്തിൻ്റെ ആ ഒരു വയറങ്ങാണ്ട് കത്തിപ്പോ ഓവർലോഡ് ആവുക എന്തെങ്കിലും സാധനം ഒറ്റയടിക്കും പോയി. എല്ലാവരും ഇരുട്ടിലായി. അതായത് ഫാനില്ല, ലൈറ്റില്ല, പിന്നെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, സൗണ്ട് ഇല്ല, നാസരക്കാരൊന്നും പാടുന്നു, ആകെപ്പാടെ പെട്ടുപോയ അവസ്ഥ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയത്തില്ല. അമ്പലത്തിൽ നിന്ന് കരഞ്ഞു പോയി ആദ്യത്തെ പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അഭിഷേകാവുന്ന ക്ലൈൻറ്റ് കുറച്ച് പിന്നെ ആദ്യമൊക്കെ അവർക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമ്മളൊരു ഫ്രണ്ടിൻ്റെ അച്ഛനായതുകൊണ്ട് ഒത്തിരി പറഞ്ഞില്ല, ഇത് വേണം പറയാൻ. എങ്കിലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം ആസ് എ ഇവന്റ് പ്ലാനർ നമ്മൾ ഒരിക്കലും ഒരു പ്രോഗ്രാമിന് എന്തുവായാലും ജനറേറ്ററിൻ്റെ കാര്യത്തിൽ വെച്ച് നമ്മൾ റിസ്ക് എടുക്കില്ല. ചെറുതായാലും വലുതായാലും ആയിക്കോട്ടെ, നമ്മൾ എക്സ്റ്റേണലായിട്ടുള്ള സോഴ്സ് തന്നെ എടുക്കുക. ഒരിക്കലും അവിടുത്തേത് വെച്ചുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് നിൽക്കരുത്. അന്ന് നമ്മുടെ ലൈഫിൽ പഠിച്ചൊരു പാഠമാണ്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനകത്തും ഈ പറഞ്ഞ ജനറേറ്റർ മസ്റ്റായിട്ട് ഞങ്ങൾ വെക്കാറുണ്ട്. ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, ജനറേറ്റർ മസ്റ്റായിട്ട് വെക്കാറുണ്ട്. കാരണം അവിടുത്തെ ആ ഒരു ഹോളിലെ അല്ലെങ്കിൽ വെന്യൂവിലെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. അന്ന് ശരിക്കും ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം പഠിച്ചു. അതൊക്കെ ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു സംഭവമാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലാൻ ബി എങ്കിലും വെക്കും. കാര്യം ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നും കൂടെ ചിന്തിച്ച്, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്പോട്ടിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കും. എപ്പോഴും പ്ലാനേഴ്സിന് വേണ്ട ഒരു കാര്യം അതാണ്. പക്ഷെ അന്ന് എൻ്റെ ആ ഒരു ക്ലൈൻറ്റ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി വന്ന് തോളെ തട്ടി എന്ന് പറഞ്ഞു, ഇനിയുള്ള അടുത്ത പ്രോഗ്രാംസിനെങ്കിലും ഇതിനകത്ത് ഒരു കോംപ്രമൈസ് ചെയ്യരുത്, ജനറേറ്ററുടെ കാര്യങ്ങൾ, നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മറക്കരുതെന്ന് പുള്ളി തോളെ തട്ടി സമാധാനിപ്പിച്ചു വിട്ടു. പക്ഷെ അന്ന് പുള്ളി എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നശിച്ച് വെന്യൂ ഇവൻറ്റ്സ് അന്നേ അവിടെ ഇല്ലാതായത്. പക്ഷെ എന്തോ പുള്ളി തന്നൊരു മോട്ടിവേഷൻ ഇന്നും ഞാൻ ഓർക്കും. ഇത് കവിയുടെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കുറേ പ്രോഗ്രാംസിനകത്ത് നമുക്കത് ചില കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അത് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. എനിക്കെൻ്റെ ഈ പറഞ്ഞ ക്ലയൻസിനോടായാലും ഫ്രണ്ട്സിനോടായാലും എല്ലാവരോടും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, ചെറുതോ വലുതോ, ജനറേറ്റർ എന്ന് പറയുന്നത് മസ്റ്റായിട്ടൊരു കാര്യമാണ്. പവർ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും പോകും. അപ്പം ചെറിയ എമൗണ്ട്സിൻ്റെ പേരിലൊക്കെ ജനറേറ്റർ മാറ്റി വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇത് കുറയ്ച്ച് വെക്കുക, വേണ്ടാന്ന് വെക്കുന്ന അങ്ങനൊന്നും ഒരിക്കലും ചെയ്യരുത്. അത് എപ്പോഴും മസ്റ്റായിട്ട് ഇവൻറ്റിനകത്തൊരു ഘടകമായിട്ട് തന്നെ വെച്ചേക്കണം. അപ്പോൾ താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് പിന്നെ കാണാം.